ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രീയത്തിലും ഊർജ്ജ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധം വെറും സൈനിക സംഘർഷം മാത്രമല്ല, ആഗോള വ്യാപാരത്തിന്റെയും ഇന്ധന വിതരണത്തിന്റെയും ഭാവി തീരുമാനിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഏകദേശം 1/3 ഈ കടൽപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് മാത്രം പ്രത്യേക ഇളവ് നൽകിക്കൊണ്ട് ഹോർമൂസ് പാത തുറന്നു നൽകിയെന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയത്. ഇറാന്റെ ഈ തീരുമാനം ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയുടെയും സമതുലിത വിദേശ നയത്തിന്റെയും തെളിവായി പല വിദഗ്ധരും വിലയിരുത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായും അതേസമയം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും സമനില പാലിച്ചുകൊണ്ട് ഇന്ത്യ പുലർത്തുന്ന ഈ സമീപനം ഈ സാഹചര്യത്തിൽ ഫലപ്രദമായതാണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ വർഷങ്ങളായി ഇറാനുമായി ഊർജവും വ്യാപാരവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. US ഉപരോധങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് പോലും ഇന്ത്യ ഇറാനുമായി നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നില്ല. ചബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ ബന്ധത്തെ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യയെ പൂർണ്ണമായി അകറ്റിക്കളയാൻ ഇറാൻ തയ്യാറായില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാടും ഇറാന്റെ തീരുമാനത്തിൽ നിർണായകമായതായി കരുതപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ ഒരു തരത്തിലുമുള്ള തുറന്ന പക്ഷപാത നിലപാട് സ്വീകരിച്ചിട്ടില്ല. സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും ആവശ്യപ്പെടുന്ന നിലപാടാണ് ഇന്ത്യ തുടക്കത്തിൽ തന്നെ എടുത്തത്. ഈ നിലപാട് ഇറാനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വിശ്വസനീയ പങ്കാളിയാക്കി മാറ്റിയെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതയും ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് ഹോർമൂസ് പാത അടച്ചുപൂട്ടിയാൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് LPG വിതരണത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ നൽകിയ ഇളവോടെ ഈ ആശങ്കകൾ ഒരു പരിധിവരെ മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ പതാകയിലുള്ള കപ്പലുകൾക്ക് സുരക്ഷിതമായി കടൽപാത ഉപയോഗിക്കാനാകുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും വലിയ പിന്തുണയാണ്. ഇതുവഴി LPG വിതരണ ശൃംഖല സ്ഥിരത പുലർത്തുകയും രാജ്യത്തെ ഇന്ധന വിപണിയിൽ വലിയ വിലക്കയറ്റമുണ്ടാകുന്നത് ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഈ തീരുമാനത്തിലൂടെ ഇറാനും ഒരു തന്ത്രപരമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുന്നത് ആഗോള സമൂഹത്തിൽ ഇറാനെതിരെ ശക്തമായ പ്രതികരണമുയർത്താൻ ഇടയാക്കും. എന്നാൽ ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് ഇളവ് നൽകുന്നതിലൂടെ ഇറാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കാനും അതേസമയം US ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് രാഷ്ട്രീയ സന്ദേശം നൽകാനും ശ്രമിക്കുകയാണ്. ഇതൊരു തന്ത്രപരമായ സാമ്പത്തിക നീക്കമായും കണക്കാക്കപ്പെടുന്നു. ഇതിനൊപ്പം ഡോളർ അധിഷ്ഠിത എണ്ണ വ്യാപാരത്തിന് പകരം പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താനുള്ള ശ്രമങ്ങളും ശക്തമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ രൂപയിൽ വ്യാപാരം നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായും സൂചനകളുണ്ട്. ഇതുവഴി US ഉപരോധങ്ങളുടെ പ്രഭാവം കുറയ്ക്കാനും ഇറാനുമായി വ്യാപാരം തുടരാനും ഇന്ത്യക്ക് കഴിയുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ നോക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ വെറും കടൽപാതയുടെ കാര്യത്തിൽ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഉയർന്നുവരുന്ന സ്വാധീനത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. യുദ്ധവും പ്രതിസന്ധിയും നിറഞ്ഞ മിഡിൽ ഈസ്റ്റ് മേഖലയിലും ഇന്ത്യയുടെ നയതന്ത്രം ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നതിന് പുതിയ തെളിവായിട്ടാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.